ഒരു പിസ്സ ഉണ്ടാക്കുകയാണ്. അതിലേക്ക് ഒരു പാത്രം എടുത്ത് ഒരു ചെറിയ ചൂടുള്ള പാല് ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ്, ഒരു ടീസ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പിട്ട് ഇളക്കി വെക്കുക. അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഒരു 2 പീസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് അത്. അപ്പോൾ 2 കപ്പ് മൈദ എടുത്ത് അതിലേക്ക് പാലൊഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. നല്ലോണം അമർത്തി കുഴച്ച് എടുത്ത് വരാം. ഒന്ന് കുഴച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈസ്റ്റ് ഒക്കെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ചേർത്താറില്ല. അപ്പോൾ പൊങ്ങി വരാൻ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനങ്ങനെ കുഴച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പച്ചക്കറികൾ എടുക്കണം. അതിന് സ്വീറ്റ് കോൺ അരിഞ്ഞെടുത്ത്, ക്യാരറ്റ് അരിഞ്ഞ്, ക്യാപ്സിക്കം അരിയണം. പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് സോസ് ഉണ്ടാക്കാണ്ട്. പിന്നെ ആദ്യം പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്ത് വെക്കണം. ചെറുതാക്കി അരിഞ്ഞാൽ വാരി വെതറാൻ നല്ല സുഖമാണ്. പിസ്സ ഉണ്ടാക്കാൻ സോസ് ഉണ്ടാക്കണം. അതിന് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഒലിവ് വെച്ച് കുറച്ച് മുളകിൻ്റെ ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ചതച്ച മുളക് പൊടി ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് തക്കാളി, ഇഞ്ചി, മുളക് ചതച്ചതൊക്കെ പാടെ അരച്ച് വെച്ചുകൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് ഇളക്കിയെടുക്കുക. കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. അങ്ങനെ വറ്റി വരുന്നവരെ ഇളക്കി വേവിച്ചെടുക്കണം. ഈ സോസാണ് പിസ്സൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് സോസ് വേണം. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്ത് അത് നന്നായി ഇളക്കി വറ്റിച്ചെടുക്കുക. അങ്ങനെ ടൊമാറ്റോ സോസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് നമുക്ക് നല്ല ചൂടാക്കി എടുക്കണം. അത് ഒരു ചട്ടി വെച്ചതിന് ശേഷം പിന്നെ ചീസ് എടുത്ത് ചിരവി എടുക്കണം. അങ്ങനെ ചീസൊക്കെ ചിരവി എടുത്തിട്ടുണ്ട്. ചീസ് ചിരവി എടുത്ത് നമ്മുടെ മാവൊക്കെ ഇപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് പകുതി എടുത്ത് ഒന്ന് പരത്തി നന്നായി നല്ല കട്ടി വേണ്ട, നല്ല കനവും പിന്നെ കട്ടി കുറച്ചിട്ടും വേണ്ട. അങ്ങനെ ഒന്ന് പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞായ്മ നമുക്ക് കോർക്കുകൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ പേസ്റ്റ് തേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. അങ്ങനെ കുത്തി കൊടുത്ത് എല്ലാ ഭാഗവും കുത്തി ഇങ്ങനെ കുത്തി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് തേച്ചാലാണ് അപ്പോൾ പേസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിപ്പോകാൻ. അങ്ങനെ ഒക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പേസ്റ്റൊക്കെ കൈകൊണ്ടൊക്കെ ശരിയാക്കിയതിന് ശേഷം പേസ്റ്റ് തേച്ചെടുക്കണം. പിസ്സ സോസ് തേച്ചെടുക്കണം. ആദ്യം ചട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് അതിലേക്ക് ഇത് എടുത്തിട്ട് വേണം സോസ് തേച്ച് കൊടുക്കാനല്ലേ. ഒക്കെ തേച്ചാൽ പിന്നെ നമുക്ക് പലകമ്മന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പലകമ്മന്ന് എടുത്തിട്ട് ആദ്യം ചട്ടിയിലേക്ക് ഇട്ട് വെക്കണം. ചട്ടിയിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ചട്ടിയിലിട്ട് പരത്തിയാലും മതി. ഇപ്പോൾ ചട്ടിയിലെടുത്ത് പരത്തിനേക്കാളും കുറച്ചുകൂടി സൗകര്യം പലകമ്മിട്ട് പരത്തുമ്പോഴാണ്. അങ്ങനെ പലകമ്മിട്ട് പരത്തി നമുക്ക് കുത്തി കൊടുക്കാനൊക്കെ ചട്ടിയിലൊക്കെ വെച്ച് കുത്തി കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ചട്ടിമൊക്കെ കൊള്ളണമെന്നുള്ളൊരു ഉണ്ടാവുമല്ലോ. നമുക്ക് പരത്തി വെച്ച് കഴിയുമ്പോൾ സോസ് തേച്ച് കൊടുക്കാം. സോസൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി പച്ചക്കറികൾ ഇട്ട് കൊടുക്കണം. സോസ് തേക്കൽ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഒറിഗാനോ പൊടി വെതറി കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കഴിഞ്ഞിട്ട് പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക.
ക്യാരറ്റ്, ഒലിവ് കായ, ക്യാപ്സിക്കം, ചീക്കോണ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഇട്ടുണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക പിസക്ക്. ഒരുപാടില്ല, എന്നാൽ നന്ന കുറച്ചല്ല, പാകത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് പിസക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. മറ്റേ ഒന്നുമില്ലെങ്കിലും നമുക്കതൊരു ടേസ്റ്റ് തോന്നൂല. കുറച്ച് അധികം ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പാകത്തിൽ ഇട്ട് കൊടുക്കുക പിസ ഉണ്ടാക്കുമ്പോൾ. അതിൻ്റെ മുകളിൽ ബാക്കി ചീസും കൂടി ഇട്ട് കൊടുക്കുക. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഒറിഗാനോ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ടെങ്കിൽ സ്റ്റൗവിൽ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു 5 മിനിറ്റ് വരെ കുറച്ച് സ്പീഡിൽ ഇട്ട് വെക്കുക സ്റ്റൗവ്. പിന്നെ കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടി വെക്കുക. 20 മിനിറ്റ്, മൊത്തത്തിൽ 20 മിനിറ്റ് വെക്കണം സ്റ്റൗവിൽ. എന്നിട്ട് ഓഫാക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ മൂടി അങ്ങനത്തെ തുറക്കാതെ വെക്കുക. അതിലൊന്നൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ പിസ്സ റെഡിയായി. ഇങ്ങനെ പിസ്സ നമുക്ക് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. പിസ്സ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഷ്ണിച്ചെടുക്കണം. നമുക്ക് പിസ്സ ഒന്ന് കഷ്ണിച്ചെടുക്കാം. അടിപൊളി പിസ്സയാണ്, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി അഭിപ്രായം പറയും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. പിസ്സ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. കഷ്ണിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ.